ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് എൻ ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഒരു മാപ്പാണ്. മാപ്പിൻ്റെ പേര് എമറാൾഡിലേക്കും. ഒരു 2-3 വർഷമൊക്കെ ആയി അത് ഇറങ്ങിയിട്ട്. മാപ്പെന്ന് വെച്ചാൽ പക്ക ഫ്രീ ആണ്. നമ്മളെ മാപ്പ് ഫ്രീ ആണ്. ഇത് ചെയ്യാൻ നമ്മൾ എന്തിനാണ് യൂട്യൂബിലൊക്കെ പോയി സെർച്ച് ചെയ്യൊന്നും ചെയ്യേണ്ട. നമ്മൾ നേരെ വന്ന് സെർച്ച് ഈ മാർക്കറ്റ് പേജ് ഞാൻ കാണിച്ചു തരാം. എക്സിറ്റ് ആയിട്ട് നല്ല ലാഭം. ഇതടിച്ചാൽ ചെയ്തല്ലേ ഈ സ്ക്രീൻ റെക്കോർഡ് ഒക്കെ ഇതാക്കിയ മൈൻക്രാഫ്റ്റ് ഭയങ്കര ലാഭം. നമ്മളെ മാർക്കറ്റ് പ്ലേസ് എടുക്കുക, എന്നിട്ട് നമ്മൾ സെർച്ച് ബാർ എടുക്കണം. നമ്മൾ സെർച്ച് ബാർ എടുത്തിട്ട് നമ്മൾ ടൈക്കൂൺ എന്നടിച്ചാൽ ടൈക്കൂൺ എന്നടിക്കുക, എന്നിട്ട് സെർച്ച് കൊടുക്കുക. അപ്പം ഇങ്ങനെ നമ്മളെ പൈസ ഉള്ളതൊക്കെ ആയിരിക്കും വരുന്ന. എന്നിട്ട് നമ്മളാണ്ട് ഇവിടെ സൈഡിലൊരു സംഭവം കൊണ്ടാ അവിടെ പച്ച ഇതിലിരിക്കുന്ന അതങ്ങോട്ട് നിൽക്കണം. എന്നിട്ട് ഏറ്റവും താഴെ പോകുമ്പോൾ പ്രൈസ് ലോ ടു ഹൈ എന്ന് കാണും. അത് ഇടുമ്പോൾ കാണുമല്ലോ. അതുകൊണ്ട് ഇവിടെ എമറാൾഡ് ടൈക്കൂൺ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഇതെന്തേര് വാട്ട് ഈസ് ദിസ്? അപ്പം ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ ഫ്രീ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും. അത് കഴിഞ്ഞ് ഡൗൺലോഡ് എന്ന് കാണും. അത് ഞെക്കിയാൽ എൻ്റെ സ്ക്രീൻ മാറി. അത് ഞെക്കിയാൽ ക്രിയേറ്റ് വേൾഡ് എന്ന് നമുക്ക് കാണിക്കും. അപ്പോൾ അത് നമ്മൾ ഞെക്കിയാൽ നമ്മൾ ആ ഇതിലേക്ക് പോകും. നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കളിക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിട്ട് കയറിയിട്ടുണ്ട് ഇതിൻ്റെ. ഓക്കെ, നമുക്ക് നേരെ ഇത് ചെയ്യാം. വേണ്ട, ഇവിടെ കണ്ടോ ഇത് എമറാൾഡ് ടൈക്കൂൺ. അത് ഞാൻ നേരത്തെ ഒന്ന് കയറി നോക്കിയായിരുന്നു. കഴിഞ്ഞൊക്കെ ഇപ്പോഴും ഞാൻ നോക്കിയത്. കഴിഞ്ഞ അപ്ഡേറ്റിലൊക്കെ ഞാൻ നോക്കിയത്. ഓൾഡ് 1.20 ഞാൻ നോക്കിയത്. അപ്പം ഈ വേൾഡ് അൺഅവൈലബിൾ എന്നാണ് കാണിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ അത് ഇങ്ങനെ പറയാതെ ഇതിൻ്റെ അകത്ത് ലോഡായില്ല. അത് അങ്ങനെയാണ്. അപ്പം ഈ പ്രാവശ്യം ഞാൻ ലോഡാവൂല എന്ന് പറഞ്ഞ് നിന്നതാണ്. 1 ബ്ലോക്ക് കളിക്കാതെ തന്നെ നിന്നതാണ്. അപ്പം ഇത് ഞാൻ ഒന്ന് നോക്കിയപ്പോൾ അത് ലോഡായി. അപ്പം നമുക്ക് ഇത് വേഗം ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ അനാർക്കി സർവർ കളിക്കണം. എൻ്റെ അല്ല, നമ്മളെ നമ്മളെ ഫ്രണ്ടായിട്ടുള്ള എക്കോ ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ എക്കോ ഗെയിമില്ല, എക്കോ വൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഇതുണ്ട്. അപ്പം ആ ബോർഡ് ചാനൽ പോയി ചെക്ക് ചെയ്താൽ അനാർക്കി സർവറിൽ നിങ്ങൾക്ക് കളിക്കാം. 1. What is this? എന്താ ചത്ത? സെറ്റായി. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇത് പറയുന്നത്. ഫോളോ ദ ഗ്രീൻ. നമ്മളെ ഈ പച്ച ഐക്കണുണ്ട്, അതിൽ ഫോളോ ചെയ്ത് പോകാനാണ് നമ്മളെ ഇത് പറയാൻ കഷ്ടം പറയുന്നത്. ഓക്കെ ഗൈസ്, ഇത് കണ്ടോ, ഇവിടെ പോസ്റ്റിനെ പോയിട്ട് ഇവിടെ ഭയങ്കര ഇടിയാണ്. നമ്മൾ അണ്ടൻ സീൻ കണ്ട. അപ്പോൾ ഇവിടെ ഒരു ചെസ്റ്റ് കാണാം. അപ്പോൾ ഇവിടെ 6 മിനിറ്റ് കഴിയുമ്പോൾ മിനിറ്റിൽ 6 എമറാൾഡ് നിന്ന് കിട്ടും. ഇങ്ങനെ നെക്കിക്കൊണ്ട് ഗോൾഡ് നേരത്തെ ഞാൻ നെക്കിക്കൊണ്ടിരുന്നോണ്ടാണ് നേരത്തെ ഓപ്പൺ ആവുക. പോയി 93 കിട്ടി. നമ്മളത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഫോളോ ചെയ്ത പാർട്സ് നമ്മളത് ഫുൾ അപ്ഗ്രേഡ് ചെയ്യും. അടുത്ത 50 ഫുൾ അപ്ഗ്രേഡ്. ലെവൽ 3 ആണ്. ലെവൽ എത്ര ഉണ്ട്? 2 കൂടിയുണ്ട്. ഉൾപ്പെടെ നമുക്കിവിടെ AFK ഇരിക്കണോ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞോട് ചെയ്യാം. അപ്പം നമ്മൾ ഈ പത്തുമ്പൊക്കെ നമ്മൾ പോവുകയാണ്. ഇങ്ങോട്ടേക്കാണ് പോവാം. ഏത് കാട്ടിലോട്ടാണ്? ഓക്കെ, ഇതെന്താണെന്ന് എനിക്ക് അറിയാം. ഇത് മൈനാണ്.
ഉടൻ പിക്കാക്സ് വെച്ച് നമുക്ക് മൈൻ ചെയ്താൽ നമുക്ക് എമറാൾഡ് കിട്ടും. ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു പ്രശ്നമാണ് സൗണ്ട് കുറച്ചിടാം. സൗണ്ട് ഈ റെക്കോർഡിൻ്റെ പ്രശ്നമാണ്. സൗണ്ട് കുറച്ചിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. പിന്നെ അവിടെ ഫാൻ ഇടത്തില്ല. ഈ ഒടുക്കത്തെ ചൂടാണ്. നിങ്ങളോടെ ചൂട് ഉണ്ടാകുന്ന നിങ്ങൾ പറയുക. ഒടുക്കത്തെ ചൂട്. ഫാൻ ഇടത്തില്ല. ഫാൻ ഇട്ടാൽ പിന്നെ എൻ്റെ സംസാരം ഒന്നും കേൾക്കത്തില്ല. അപ്പം നമ്മൾ അനാർച്ചി സെർവറിൻ്റെ ഇത് നമ്മൾ പറഞ്ഞു തരാം. എന്താണ് അതിൻ്റെ പേര്? ഒന്ന് ID-യും പോർട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ കണ്ടത്തിൽ കൊടുക്കുക. അപ്പം നമ്മൾ നോക്കി അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടി ഇങ്ങനെയല്ല നമ്മളെ ബോക്സ് കണ്ട മണ്ടയിൽ അതിനകത്തൊന്നും കയറിയിട്ടില്ല. അപ്പോൾ അത് വേണമെങ്കിൽ എന്താ ഇവിടെ കണ്ട കിട്ടുകയുള്ളൂ. നമ്മൾ ഈ ചെസ്റ്റ് തോന്നാൻ മതി. ഓക്കെ, അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഇത് വീണ്ടും റീജനറേറ്റ് ആവും എന്നാണ്. ഇതെങ്ങോട്ട് പോകണം? ഫോളോ ദ പ്ലെയിൻസ് ഏരിയ. അങ്ങോട്ട് പോകണം. ഇത് ഇടയ്ക്ക് മാഞ്ഞു പോകണോ? ഇതൊക്കെ ഇങ്ങോട്ട് പോകണം. അതൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ തന്നെ നിൽക്കണമല്ലോ. ഇതെങ്ങോട്ട് പോകണം? മിക്കവാറും ഇത് നമ്മളെ PvPക്കായിരിക്കും അത് കൊണ്ടുപോകണം. PvP തന്നെ. അതിൻ്റെ മുമ്പ് ഇവിടെ ഒരു ട്രഷർ ഉണ്ടായിരുന്നല്ലോ. ഇതിൻ്റെ ഇടയിലാണ്. അയ്യോ, കണ്ണ് കാണുന്നില്ല ഗൈസ്. ഇതിൻ്റെ ഇങ്ങോട്ടൊരു ട്രഷർ. അതായിരിക്കുന്നത്. ഇയാളാ മോനെ. മുമ്പോണ്. ഞാൻ ഇത് സുധീൻ്റെ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ട്രഷർ ഓടിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ കേസ് ഞാൻ PvP കിങ് ആയതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഇത് 2 സോമ്പിൽ അടിച്ചിട്ട് നമ്മൾ വേഗം തോന്നുന്നതായിരിക്കും. അയ്യോ എവിടെ വന്ന് ഉമ്മാരി അടി ഇതെന്താ ഇത്രക്ക് സ്ലോ? അയ്യേ, ഇതൊക്കെ സ്ലോ ആണ് ഉമ്മാരി. ഫസ്റ്റ് ആയതുകൊണ്ടായിരിക്കും ഗൈസ്. അല്ലെങ്കിൽ എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണോന്നും അറിയത്തില്ല. ഇത് ഫോണിൻ്റെ പ്രശ്നം തന്നെ ഗൈസ്. ഓക്കെ, നമുക്ക് എന്ത് കുന്നം കിട്ടിയാൽ നമുക്ക് ഇതിൻ്റെ നോക്കാം. ഒന്നും കിട്ടി കാണൂല. PvP നമുക്ക് വേണ്ട ഗൈസ്. നല്ലത്. പിന്നെ നമുക്ക് ട്രഷർ മൊത്തവും കണ്ടുപിടിക്കാം. ഇവിടെ എത്ര ട്രഷർ ഉണ്ട്? സ്റ്റാർട്ടർ ട്യൂട്ടോറിയൽ കംപ്ലീറ്റഡ്. ഓക്കെ, കൂട്ടാക്കൂ. കണ്ടിന്യൂഡ് ഏണിംഗ് മൈനിങ് ഫോർ ആൻഡ് ഫൈറ്റിംഗ്. സ്പെൻഡ് യുവർ എമറാൾഡ് ടു അപ്ഗ്രേഡ് റിസോഴ്സ് സ്റ്റേഷൻ. നമുക്കിതും കൂടി അങ്ങ് എടുക്കാം ഗൈസ്. നമ്മൾ എനിക്ക് പണി ചെയ്യാൻ ഗൈസ്. അത് നമുക്ക് 3 കൊടുത്ത് അപ്ഗ്രേഡാക്കി. എത്ര കൊടുക്കാനുള്ള 200 സുഖമായിട്ട് നമ്മളെയുണ്ട്. കൊടുമോനെ. സാധനം ഓക്കെ, നമുക്ക് ശരി ഇത് കിട്ടിയിട്ട്. ഇതെനിക്ക് എന്തായാലും മനസ്സിലായി. മറ്റേ നമ്മളെ വില്ലേജ് ഇത് കണ്ട പൊട്ടിപ്പൊളൊരു വില്ലേജ് അല്ലേ, ഇത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ ഇവിടേക്ക് അതുകൊണ്ട് അവിടെ പൊട്ടിപ്പൊളിഞ്ഞോണ്ടൊക്കെ അവിടെ അപ്ഗ്രേഡ് ചെയ്യണം. ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ ഇവിടെ അല്ല. ഓക്കെ, ഈ സ്ഥലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് കുറേ സ്ഥലം ഇല്ലേ ഗൈസ് ഇങ്ങനെ പോവാം. അപ്പം നമുക്ക് വേഗമായിട്ട് പോകാനായിട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണ് ഒന്ന് അത് കൊടുത്തിട്ടുണ്ട്. കൊടുത്തില്ലേ? ഇതിൽ നെക്കി കൊടുക്കണം. കൊടുത്ത് സംഭവം കൊടുത്ത്. ഇനി വേറെ എവിടെയും കൂടി ഉണ്ട് ഗൈസ് ഇത് കൊടുക്കാൻ. ഇത് മറ്റേ സാധനം. ഇനി വേറെ ഇവിടെയാണ് തോന്നുന്നത്. ഇവിടെയാണ്. ഓക്കെ, അതും കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ എന്തൊരു 8
ഇതൊന്നും നടക്കുന്നു. ഇത് ടാപ്ഡോ അല്ല, കാർ ഫോളിങ് എന്തോ ഗ്ലിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 2-3 വർഷമായി ഈ സാധനം. ഓക്കെ, നമുക്ക് 50 എമറാൾഡ് കൊടുത്താൽ നമ്മളെ ഇതാവും. എൻ്റെ മോനെ, അയണിന് എത്രയാണ്? 400 ഉള്ള. അതിപ്പോൾ അടുത്ത ഇത് പോയി കണ്ടുപിടിക്കാൻ പൈസ. എന്തിനാണ് അതിൻ്റെ പേര് മറന്നുപോയി. ട്രഷറേ, ഇത് മറ്റേ സ്ഥലത്ത് പോകാനുള്ള സ്ഥലം. ഇങ്ങോട്ടെന്തോ ഒരു ഇത് കാണിക്കുന്നല്ലോ. നമ്മൾ ഇത് മൊത്തം ആക്കിക്കൊണ്ട് വേണ്ട, ഈ നടുക്കത്തെ ടെസ്റ്റിൽ പോയാൽ നമ്മൾ അവിടെ പോകണ്ടാവും. നമ്മൾ ഫുൾ അപ്ഗ്രേഡ് ചെയ്താൽ നമുക്ക് ഈ നടുക്കത്തെ ടെസ്റ്റ് തന്നെ സാധനങ്ങൾ കിട്ടിക്കോളും. നമുക്ക് ഫാസ്റ്റായി നമുക്ക് എല്ലാ സാധനവും അൺലോക്ക് ചെയ്യണം. അതിന് നമ്മൾ ട്രഷർ കണ്ടുപിടിക്കണം. നൈസ്. ലെവൽ 5 ആണ് കളക്ട് ചെയ്യുന്നത്. എല്ലാം ഇതാക്കാനാണ് പറയുന്നത്. എല്ലാ റിസോഴ്സ് സ്റ്റേഷൻസും എൻ്റെ പേര് ഒന്നായി ഫുൾ അപ്ഗ്രേഡ് ആക്കാനാണ് പറയുന്നത്. ഫൈനൽ ട്യൂട്ടോറിയൽ. ഇത് കംപ്ലീറ്റ് ആയി ഗൈസ്. അപ്പം നമുക്ക് ട്രോഫി കിട്ടുമല്ലോ. ഈ ഫുള്ളി ബയോ ക്ലൈം ദ ബയോ ട്രോഫി. പക്ഷെ ക്ലൈം ചെയ്യാൻ പറ്റുന്നില്ല. എന്താ ഓക്കെ, അതിലൊക്കെ എല്ലാം കൈ. അയ്യോ, 200 ഗുണമാണ് കിട്ടിയ ഒന്ന്. നമുക്ക് ഒരു ട്രഷർ ബാക്കി എടുക്കാൻ മതി. ഇവിടെയാണ് അടുത്ത ട്രഷർ എന്നാണ് പറഞ്ഞത്. എവിടെ അതാണ്ട മോനെ. ഓക്കെ, 3 കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓക്കെ, അപ്പം നമുക്ക് അയൺ ഇതിലേക്ക് പോവാം. നമുക്ക് ഫസ്റ്റ് നമ്മൾ കിണ്ണം കാച്ച സാധനമൊക്കെ ആയിട്ട് നമ്മൾ PvP ചെയ്യാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ചത്ത് ഞാൻ ടൂപ്പാട് കൊണ്ടുപോകും. ഞാൻ PvP ചെയ്ത് കൂടുതലും എന്താണ് സാധനങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബാക്കിയുള്ള സാധനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം ഇടാനാക്കിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ ബ്ലാക്ക് സ്മിത്ത് അപ്ഗ്രേഡ് ഇനി അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ചെയ്യും. നമുക്ക് എന്തൊക്കെ അപ്ഗ്രേഡ് ആക്കാൻ ഉണ്ടല്ലോ. ഇവിടെ 25 കോഡ്. ഓക്കെ, സ്റ്റോൺ അപ്ഗ്രേഡായി. 50 കോഡ് അടുത്ത അപ്ഗ്രേഡായി. 100 കോഡ് അടുത്ത അപ്ഗ്രേഡായി. അടുത്ത 200 കോഡ് കൊടുക്കാൻ്റെ ഇല്ല. അപ്പം നമുക്ക് നടുക്ക് പോയി നോക്കാം. നടുക്കതായി കാണും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എത്രയായി? 90 ആയോളാ. 90 നമുക്ക് പോയി മൈൻഡ് ചെയ്യാം. നമുക്കിപ്പോൾ ഇച്ചിരി കൂടി സ്പീഡായിക്കണം. ഭയങ്കര ചൂടാണ്. വലിയ സ്പീഡൊന്നും ഇല്ല. അത് വെച്ച് പൊട്ടി. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈ അയൺ പിക്കാക്സ് എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ഏരിയ പോകില്ല. എന്ന് വെച്ചാൽ അടുത്ത ഏരിയ ഡെസേർട്ടാണെന്ന് തോന്നുന്നു. ഡെസേർട്ടിൽ പോകുമ്പോൾ അവിടുത്തെ യോറ് മൈൻഡ് ചെയ്യാൻ അയൺ വേണമായിരിക്കും. എടുത്തോ. എത്രയായി? ഓക്കെ, അപ്ഗ്രേഡ് ചെയ്യാനുള്ള കിട്ടിയോ? അപ്ഗ്രേഡ് ചെയ്യാൻ എത്ര വേണ്ട? 200 വേണ്ട. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള അപ്പം കിട്ടിയിട്ടില്ല. PvPക്ക് പോകാൻ പറയല്ലേ, കഷ്ടമുണ്ട്. അല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ഇനി അടുത്ത ട്രഷർ എവിടെയാണ്? അടുത്ത ട്രഷർ ഇനി എവിടെയായിരിക്കും? അടുത്ത ട്രഷർ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ട്രഷർ കാണുമല്ലോ.
ഏതെങ്കിലും ട്രഷർ ഇവിടെ കാണുമായിരിക്കും. ഇവിടെ ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ ഒരു ട്രഷറും കണ്ടിട്ടില്ല. നമുക്ക് ഇവിടെ ഇവൻ എത്ര അടിച്ചടിച്ച് ഉണ്ടാക്കി നോക്കട്ടെ. ഉണ്ടാക്കിയും കൂടി എടുക്കാം. 18. നമുക്ക് അപ്പം അടുത്ത എവിടെ ഇവിടെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇവിടെ നിന്നും കൂടി പൈസ കിട്ടും. നമുക്ക് പൈസ നമ്മളാണ് ഫാം നമ്മൾ അമ്മോക്കുന്ന അൺലോക്ക് ആക്കിയിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരേ പേരിട്ട് കൊടുക്കാം. ഇവളെ പേരും നമുക്ക് തരാം, ശാന്തമ്മ. ഇത് ശാന്തമ്മ ഗൈസ്. ശാന്തമ്മയെ നമ്മൾ സെറ്റാക്കിയിരിക്കുകയാണ് ഇവിടെ. ഇവിടെ ശാന്തമ്മ സീനാണ്. നമ്മൾ ശാന്തമ്മ പണിയെടുക്കുകയാണ് ഇവിടെ. ഇവൻ മൊത്തവും കൂടി കണ്ട ഒരു രമണൻ കിടിലം. ഇവൻ ആരാകണം? ഇവൻ ആളെത്തി ആദ്യമേ വന്ന ഒരുത്തനാണ്. ഇവനെ നമ്മൾ എന്തൊരു ഇവ സുരേഷ്. ചെറിയ നോയ്സ് ഇതൊക്കെ കാണും. ഇവിടുത്തെ മീൻ വണ്ടിയും എല്ലാം നമ്മൾ ചതിക്കുക. അയ്യോ, അങ്ങനെ നമ്മുടെ രമണ ഇവിടെ പണി എടുക്കുന്നത് നല്ല കിടിലായിട്ട് പറ്റി കൊടുക്കുന്നത് നോക്കട്ടെ. രമണ വലിയ പണിയില്ല കൈസ്. രമണ 14 രൂപയാണ് നമുക്ക് തന്നിട്ടുള്ള. നമ്മളെ സുരേഷ് കിടിലായിട്ട് പണിയെടുക്കും കൈസ്. സുരേഷ് എത്ര നോക്കാം. സുരേഷ് കിടിലം പണിയാണ്. സുരേഷ് 26 നമുക്ക് ശാന്തമ്മ ചേച്ചി എത്ര നോക്കട്ടെ. ശാന്തമ്മ വല്ല പണിയൊന്നുമില്ല. ശാന്തമ്മ ചേച്ചിക്ക് ഒരു അപ്ഗ്രേഡ് കൊടുക്കുക. ഓക്കെ, നമ്മൾ ശാന്തമ്മ ചേച്ചിക്ക് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അയ്യോ, ഇനി നമ്മൾ കുറേ AFK നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഈ ചെസ്റ്റിൻ്റെ മണ്ടയൊക്കെ അറിയിക്കാം. എന്നിട്ട് നമുക്ക് മണ്ടയൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ അല്ലാതെ മാക്സിമം ആൾക്കാരെ കളിക്കാൻ വരാം. പിന്നെ നമ്മളെ എക്കോ വൈറ്റി എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.